കാരണം അമ്മ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ അവന് മാത്രം നീക്കി വെച്ച് അമ്മ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടന്നാലും ജീവിക്കണമെന്ന് തോന്നുന്നത് ഒരു അഹങ്കാരമല്ലേ? ആ പാവങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നിത്യച്ചെലവിന് എന്തെങ്കിലും കിട്ടണ്ടേ, അരി വാങ്ങിക്കണ്ടേ. 1-2 ദിവസം കൂടി നോക്കിയിട്ട് ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു. പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുക നമ്മൾ മാത്രമല്ല, നമ്മളെ ആശ്രയിച്ച് വന്ന കുറെ പേരുണ്ട് അല്ലേ? അതെ, വേദനിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. അതാരോ എൻ്റെ തലയിലിട്ട ശാപം. ഇവരുടെ ഈ സങ്കടങ്ങൾ കാണുകയും അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു ആശ്വാസത്തിന് എൻ്റെ അമ്മയൊന്ന് വിളിക്കാൻ പറ്റുമോ? ആ വിളിയല്ലേ ഇപ്പം ഏറ്റവും വലിയ വേദന. താനും ചുമ്മാരുന്നേ. ആരെങ്കിലും ഒരാൾ വരും, കരച്ചിലിന്റെ വക്കത്തെത്തിക്കും, പിന്നെ അങ്ങ് കരയാൻ തുടങ്ങും. സോറി. കരയാതെ. തന്നോട് വിഷമം തോന്നിയിട്ടൊന്നുമല്ല. എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം തന്റെ വിഷമത്തിലാണ് കലാശിക്കുക എന്നുള്ളതുകൊണ്ടാ. താൻ കരയേണ്ട കാര്യമില്ല. തന്റെ സങ്കടം മുഴുവൻ കണ്ണിലുണ്ട്. വാ കഴിക്കാം. എന്റെ രാധികെ, വീട്ടിലെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ 2 ഊണ് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് തന്നെ നിർത്തണമെന്ന് പറഞ്ഞ അങ്ങേര് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയില് ഞാൻ വേറെ ആരോട് നിന്റെ ചോറിനെ കുറിച്ച് പറയാനാ? അങ്ങനെയല്ല ചേച്ചി. ചേച്ചിയെ പോലുള്ള ആളുകൾ നല്ലത് പറയുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരുവിധം വിശ്വാസമാവുമല്ലോ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. നീ നല്ല കൊച്ചുവാ. പക്ഷെ നിന്നെക്കുറിച്ചോ നിന്റെ സദ്യയെക്കുറിച്ചോ ഞാനൊരു വാക്ക് പറഞ്ഞെന്നറിഞ്ഞ എന്റെ പൊന്നു മോളെ, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. പിന്നെ വീട്ടിലേക്ക് തരുന്ന 2 ഊണിന്റെ കാര്യം ഞാൻ വൈകുന്നേരം വിളിച്ചു പറയാം. അപ്പോ അതിന് പ്രതീക്ഷിക്കേണ്ട ചേച്ചി. വല്ലാത്ത പരീക്ഷണമാണല്ലോ മോളെ. അതെ, അച്ഛനോടൊന്ന് പറഞ്ഞ് ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്തൊന്ന്. ഊഴം വെച്ച് തോൽപ്പിക്കാനുള്ള ശത്രുക്കളുണ്ട്. അത് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാ ചേച്ചി അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണമൊക്കെ? ചേച്ചി വാ, നടക്കാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്, തോൽക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളും ഉണ്ട്. നമുക്ക് മുന്നോട്ടങ്ങ് നടക്കാം. വാ. അയ്യോ, അയ്യോ, ആർക്കെന്തോ പറ്റിയെന്നാ തോന്നുന്നു ചേച്ചി. വന്ന് എന്താ പറ്റിയത്? ഇത് ഇവരുടെ വീടാ മോളെ. ഇന്ന് രാവിലെ ഗേറ്റും പൂട്ടി മക്കൾ സ്ഥലം വിട്ടു. അവരെങ്ങോട്ട് പോയേ? അവരിനി വരൂല. അവര് കാനഡയില. ഒറ്റ മോനായിരുന്നു. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാ. ഇവര് പണിയെടുത്തും ചിട്ടി പിടിച്ചുമൊക്കെ വളർത്തി വലുതാക്കിയ ചെറുക്കനാ. കല്യാണം കഴിഞ്ഞപ്പോ അവൻ അങ്ങ് കാനഡയിൽ പോയി. പിന്നെ ഒരു വരവല്ലേ വന്നിട്ടുള്ളൂ. ആ വന്ന വരവാ ഇത്. ആ പറമ്പും ഈ വീടും ഇവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് തിരികെ പോയി. അപ്പൊ പിന്നെ ഈ അമ്മ എവിടെ താമസിക്കും? അങ്ങനെയൊക്കെ മക്കള് ചെയ്യോ? ചെയ്യും മോളെ, അവരത് ചെയ്യണം. കാരണം അമ്മ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ അവന് മാത്രം നീക്കി വെച്ച് അമ്മ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടന്നാലും ജീവിക്കണമെന്ന് തോന്നുന്നത് ഒരു അഹങ്കാരമല്ലേ? അമ്മയുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന അവസാനത്തെ സ്വർണം വരെ എടുത്തു കൊടുത്ത് കാതിലൊരു കൊള്ളയും കുത്തി നടന്നിട്ടുണ്ട് കുറെ കാലം. സ്വർണം തൊടാതെ നടക്കാൻ പറ്റുമെന്നുള്ളത് അഹങ്കാരമല്ലേ?
അങ്ങനെ സ്നേഹിച്ചതിന്റെ അഹങ്കാരങ്ങൾക്കുള്ള ശിക്ഷ തന്നിട്ട് പോയതാ. പോയി നന്നാവട്ടെ. ഒറ്റ പരാതിയേ ഉള്ളൂ മോളെ. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കിടന്ന് ഉറങ്ങിയതല്ലേ. എന്തെങ്കിലും എടുത്ത് കഴുത്ത് ഞെരിച്ചു പോയിരുന്നേ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നോ? അമ്മ വല്ലതും കഴിച്ചോ? ഒന്നും വേണ്ട മോളെ. വയറും മനസ്സും ഒക്കെ നിറച്ചിട്ട് അവര് പോയത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞൂടമ്മേ. അമ്മയെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് ഞാൻ കരുതിയത്. മോളെ, അതൊക്കെ വലിയ പ്രശ്നമാവും. ഇപ്പൊ ഈ കളഞ്ഞിട്ട് പോയവര് തന്നെ മോളുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. പോലീസിൽ അറിയിക്കുന്നതാ നല്ലത്. ഞങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും സ്ഥിരമായ ഒരു മാർഗം കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഈ അമ്മയാണെങ്കിൽ എവിടേക്ക് പോവാനും തയ്യാറാ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആദ്യം ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോവാം. ആദ്യം ചെന്ന് ഡോക്ടറെ കാണാം. എന്നിട്ട് പോകുന്ന വഴിക്ക് പോലീസുകാരെ വിളിക്കാം. മോളെ, ഇത്തിരി കയറെടുത്തിട്ട് അങ്ങ് തീർത്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത എത്ര ദൂരത്താണെങ്കിലും എന്റെ മോനത് നാണക്കേടാവും. അതാ ചെയ്യാത്തത്. അമ്മയുടെ സ്നേഹം അയാൾ കാണാതെ പോയല്ലോ. അയാൾക്ക് എവിടെ ചെന്നാലേ അമ്മ സ്വസ്ഥത കിട്ടുക? അമ്മ എഴുന്നേക്ക്. ചേച്ചി ഒന്ന് പിടിച്ചോ. നമസ്തേ കൃഷ്ണമൂർത്തി. ഞാൻ ഇപ്പോൾ ഇവിടെ നിറങ്ങും. അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ബാക്കിയെല്ലാം നേരിൽ കണ്ടു പറയാം. ശരി എന്നാൽ. ആ ഊർമിളേ, എന്തായാലും എനിക്ക് സിറ്റിയിലേക്ക് പോകണം. മോളെ ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമായില്ലേ? ഇപ്പൊ പോകുമ്പോ അതും കൂടി കഴിഞ്ഞ് ഇന്ന് പോന്നാലോ എന്ന് ആലോചിക്കുക. അത് നല്ലതാ ശങ്കർജി. ആ എന്നാ കുഞ്ഞിനോട് ഒന്ന് പെട്ടെന്ന് റെഡിയാവാൻ പറ. പിന്നെ കുഞ്ഞിന്റെ കൂടെ സ്നേഹ വരട്ടെ. ഊർമിള ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ശരി. കൊള്ളാം, നല്ല കഥയായിരുന്നു അമ്മേ. ആ അങ്ങനെ കുറെ വീരന്മാരുടെ ഒക്കെ ഒരുപാട് കഥകളുണ്ട്. അമ്മ അതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് ഒരിടത്ത് മോളെ മീനാക്ഷി, മോള് പെട്ടെന്ന് റെഡിയായേ. ശങ്കർജിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാനാ. ഡോക്ടറെ കാണണ്ടേ നമുക്ക്? മോളെ എന്തിനാ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന? മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യുന്നതാ. ആ എന്നാ ഞാനും വരാം. അയ്യോ, അതൊന്നും വേണ്ട. മോള് മാത്രം മതി. അങ്ങനെയാ ശങ്കർജി പറഞ്ഞിരിക്കുന്നെ. ആ, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അമ്മമാരല്ലേ കൂടെ പോകേണ്ടത്? അപ്പൊ എങ്ങനെയാ എന്നെ മാറ്റി നിർത്തുന്ന? ഏഞ്ചൽ, പറയുന്നത് കേക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എങ്ങനെ പറഞ്ഞാല്?